ഡിവോഴ്സ് ആയ സമയത്ത് ജസ്റ്റ് ഡിവോഴ്സ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോഷൂട്ട് പ്ലസ് ഒരു റീല്, അതെന്തുകൊണ്ടാണ് അങ്ങനെ? തകർച്ചകൾ എന്നും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഞാൻ പറഞ്ഞ പോലെ കുട്ടിക്കാലത്ത് ഒരു അസുഖം എന്നുള്ളത് ഏറ്റവും വലിയ തകർച്ച തന്നെയായിരുന്നു. മലയാളത്തിലെ ലീഡിംഗ് റിയാലിറ്റി ഷോയില് കഴിഞ്ഞ 3 സീസണില് കണ്ടിന്യൂസ് ആയിട്ട് ഓഡിഷൻ കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. മീനാക്ഷിക്കറെ ഈ ഒരു മാല ഉണ്ടല്ലോ, ഇത് എന്റെ അടുത്തും ഷാറുഖ് ഖാന്റെ അടുത്തും മാത്രമേ ഉള്ളൂ. സീരിയസ്ലി. ഷാനിക് LGBTQ കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു കാര്യത്തിനോട് പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമ്മൾ പോലും അറിയില്ല ഇതൊരു എക്സ്ട്രാ ബേർഡൻ ആണെന്നുള്ളത്. Hello everybody, this is Meenakshi Ashokan and you are watching a brand new episode of Brand Yatra. So guys, ഇന്ന് നമ്മുടെ കൂടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് സ്വപ്നങ്ങൾക്ക് പ്രായത്തിന്റെ പരിധിയില്ലെന്നും പ്രൊഫഷൻ ഒരു തടസ്സമല്ലെന്നും ജീവിതം കൊണ്ട് തെളിയിച്ചൊരു വ്യക്തി. മിസ്റ്റർ കേരള, മിസ്റ്റർ തൃശൂർ, മിസ്റ്റർ ഇന്ത്യ തുടങ്ങി ഒട്ടനവധി ടൈറ്റിലുകൾ സ്വന്തമാക്കിയ വ്യക്തിത്വം മിസ്റ്റർ ഷാനിക്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. ഷാനിക്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. പ്ലാൻ ചെയ്തിട്ട് അതായത് ആക്ച്വലി എനിക്കൊരു 8 months മുന്നേ ഷാനിക്കിനെ അറിയാം. അപ്പൊ അന്നാണ് ലാസ്റ്റ് ആയിട്ട് ഷാനിക്കിനോട് സംസാരിക്കണേ. അപ്പൊ ഇതൊരു വേറൊരു മീഡിയയുടെ ഭാഗമായിട്ടാണ് അറിയാവുന്നത്. അവരെനിക്ക് അസൈൻ ചെയ്തെന്നൊരു ഗസ്റ്റ് ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതെനിക്ക് എടുക്കാൻ പറ്റില്ല. അന്ന് എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ അന്ന് ലാസ്റ്റ് ഞാൻ ഷാനിക്കിനോട് സംസാരിക്കണേ, എന്നെങ്കിലും ദൈവം അനുവദിച്ച് എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം. അപ്പൊ ഷാനിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് ബ്രാൻഡ് യാത്രയുടെ ഭാഗമായിട്ട് വിളിച്ചപ്പോൾ ലൈക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ടു ദി ഷോ ഷാനിക്. എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം അന്ന് നമ്മൾ വർക്ക്ഔട്ട് ആയില്ല. മീനാക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്തിരിക്കും. ആ ഒരു പ്രോമിസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് വിളിച്ചു. അപ്പൊ എനിക്കും പങ്കെടുക്കാൻ പറ്റില്ല. ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. ശരി, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു പ്രൊഫഷൻ തന്നെ മനുഷ്യന്മാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം അറ്റ് എ ടൈം സെയിം മോഡലിങ്ങും അതുപോലെ തന്നെ ഒരു പ്രൊഫസറുമാണ്. എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ ഇത് രണ്ടും ചെയ്യുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്യുന്നത്? ഞാനൊരു ആർക്കിടെക്റ്റും കൂടെയാണ്. ആർക്കിടെക്റ്റാണ്, അസിസ്റ്റന്റ് പ്രൊഫസറാണ്, മോഡലിംഗ് ചെയ്യുന്നത്. അപ്പൊ എന്നോട് കുറെ പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, എങ്ങനെയാണ് ഈ ടൈം മാനേജ്മെന്റ് എന്നുള്ളത്. ഞാൻ അവരോട് പറയാനുള്ള ഒറ്റ മറുപടിയേ ഉള്ളൂ. നമുക്കൊരു കാര്യത്തിനോട് പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമ്മൾ പോലും അറിയില്ല ഇതൊരു എക്സ്ട്രാ ബേർഡൻ ആണെന്നുള്ളത്. ഞാൻ നോർമലി സ്കെഡ്യൂൾ ചെയ്തിട്ടാണ് പ്രോഗ്രാംസ് എല്ലാം എടുക്കാറുള്ളത്. ഞാനൊരു ഫുൾ ടൈം ഫാക്കൽറ്റി ആയിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യാണ്, ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ അവരും നല്ല സപ്പോർട്ടാണ്. അപ്പൊ ഈവെന്റ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ വീക്കെൻഡ്സ് ഒക്കെ നോക്കിയിട്ട് സ്കെഡ്യൂൾ ചെയ്യും, പ്ലാൻ ചെയ്യും. പിന്നെ നമുക്ക് ആ ഒരു വില്ലിംഗ്നെസ് വേണം. പോസിബിൾ ആവും. പക്ഷെ എനിക്ക് ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിലെ ഒരു മെമ്പറാണ്. അപ്പോൾ ഈ പ്രൊഫസറിൽ നിന്ന് മോഡലിംഗിലേക്ക് വരുമ്പോൾ ഒരു അക്സെപ്റ്റൻസ്, ഫാമിലി അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നോ? ഫാമിലി അക്സെപ്റ്റൻസിനെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു സൊസൈറ്റിയുടെ ഒരു അക്സെപ്റ്റൻസ് ആയിരുന്നു ഒരു പ്രശ്നം പറഞ്ഞത്. കാരണം എന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ആക്ച്വലി മോഡലിംഗ് മുമ്പും ശേഷവും കറക്റ്റ് ആയിട്ട് വിഭജിക്കാൻ പറ്റും. ഞാൻ അതിന് മുമ്പെങ്കിലും ഒതുങ്ങി കൂടിയൊക്കെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. നാട്ടുകാരെ കൊണ്ട് നല്ല പറയിപ്പിക്കലാണ് ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ മോഡലിംഗിലോട്ട് വന്ന സമയത്താണ് നമുക്ക് എന്താ പറയാ കുറെ ഈ പറയുന്ന നെഗറ്റീവ്സ് വരാൻ തുടങ്ങി. അപ്പൊ അതുവരെ പോസിറ്റീവ് മാത്രം കേട്ടുകൊണ്ടിരുന്ന ലൈഫിൽ നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നീ ഒരു പ്രൊഫസർ അല്ലേ, അല്ലെങ്കിൽ നീ കൂടെ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന ആളല്ലേ, നീ ഇങ്ങനെ ഷോർട്സ് ഒക്കെ ഇട്ട് വാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഗേൾസിന്റെ കൂടെ വാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ എന്താ വിചാരിക്കുക എന്നുള്ളതൊക്കെ. അപ്പൊ ഞാൻ അവർക്ക് കൊടുക്കാവുന്ന മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുക, നമ്മൾ അച്ചീവ്മെന്റ്സ് വാങ്ങിക്കുക. ഈ തള്ളി പറഞ്ഞവരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കും. അങ്ങനെയൊക്കെയായിരുന്നു മുന്നോട്ട് പോയത്. ഷാനിക് ഒരു വർഷത്തിനുള്ളിൽ 7 ഫാഷൻ ടൈറ്റിൽസ് വിൻ ചെയ്ത ഒരാളാണ്. ഇങ്ങനെ സാധിക്കണത് എന്താണ് അതിന്റെ ഒരു ഗുഡ്നസ്? ആക്ച്വലി 2021 സ്റ്റാർട്ട് ചെയ്തത്. മിസ്റ്റർ തൃശ്ശൂരിന് ശേഷം പിന്നെ അതിന്റെ ഹയർ ലെവൽ ആയിട്ടുള്ള മിസ്റ്റർ ചെന്നൈ ചെയ്തു, പിന്നെ മിസ്റ്റർ കേരള ചെയ്തു, പിന്നെ മിസ്റ്റർ ഇന്ത്യ ചെയ്തു. അങ്ങനെ അതെല്ലാം വിൻ ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഫാഷൻ ടൈറ്റിൽ വിൻ ചെയ്ത വ്യക്തി. അത് ആക്ച്വലി ഒരു ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഒരു പ്രൊഫസറിൽ നിന്ന് മോഡലായിട്ട് ഒരു വർഷം കൊണ്ടിട്ട് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ 2000 ഐ തിങ്ക് മിഷൻ ഡ്രീംസിന്റെ മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷനും വിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഒഡീഷയിൽ വെച്ച് നടന്നിട്ടുള്ള മിഷൻ ഡ്രീംസിന്റെ കോമ്പറ്റീഷൻ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു മൊമെന്റിനെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ? ഞാൻ 2021 തന്നെ മിഷൻ ഡ്രീംസിന്റെ ഒരു മിസ്റ്റർ ഇന്ത്യക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് കോവിഡ് ആയത് കാരണം എല്ലാം ഓൺലൈനിലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഓൺലൈൻ പേജിൽ ഞാൻ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മിഷൻ ഡ്രീംസിൽ നിന്നുള്ള ഒരു ഫാമിലി ആയിട്ട് മാറി. അങ്ങനെ 2024 ആയ സമയത്ത് അവർ വീണ്ടും ചോദിച്ചു കോമ്പീറ്റ് ചെയ്യുന്നുണ്ടോ, നമുക്കൊരു ലൈവായിട്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്യാറുണ്ടല്ല. അങ്ങനെ 2024 ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത്, സെലക്ട് ആവുന്നത്, ഷോർട്ട് ലിസ്റ്റ് ആവുന്നത്. അപ്പൊ അത് ഒഡീഷയിൽ വെച്ചിട്ടായിരുന്നു. ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. ഒരു ടഫ് ജേർണി തന്നെയായിരുന്നു. പക്ഷെ വിൻ ചെയ്യാൻ പറ്റി. അതും അതാണ് മോഡലിംഗിലേക്ക് ആദ്യമായി വരുമ്പോ
കുറെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു അക്സെപ്റ്റൻസ് കിട്ടണം എന്നില്ല, കൂടെ ഉണ്ടാവുന്ന ആൾക്കാർ, ഒരു അധ്യാപകൻ മോഡൽ എന്നൊരു സംഭവം, അതൊക്കെ എങ്ങനെയായിരുന്നു? അതെ, അതായത് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തില് ഈ പറയുന്ന ആർട്സിലൊക്കെ ഭയങ്കര സജീവമായിരുന്നു. എഴുതും, വരയ്ക്കും, അതേപോലെ തന്നെ പാട്ടുപാടും, അത്യാവശ്യം അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ ഈ എഞ്ചിനീയറിംഗിനൊക്കെ ആർക്കിടെക്ചർ കോഴ്സിന് ജോയിൻ ചെയ്തതിനു ശേഷം നമ്മൾ ഫുള്ളി ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് അങ്ങനെ എൻഗേജ്ഡ് ആയിരുന്നു. പിന്നെ അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പഠിച്ച് ജോലി വാങ്ങി സ്വന്തം കാലിൽ നിന്നിട്ട് നമ്മുടെ പാഷൻ ഫോളോ ചെയ്യാണ്. അങ്ങനെയാണ് പിന്നെ ഈ ജോലി ലഭിച്ചിട്ട് ഞാൻ ഈ പാഷൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇപ്പോഴും മോഡലിംഗിലോട്ട് വരുന്ന വളരെ ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ പറയുന്ന ഒരു അഡ്വൈസ് ആണ്, നിങ്ങൾ വിദ്യാഭ്യാസം അല്ല എഡ്യൂക്കേഷൻ കളഞ്ഞിട്ട് ഇതിന് പിന്നാലെ പോകരുത്. നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ബേസ് വേണം, ഒരു ജോബ് വേണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിനെ ഫോളോ ചെയ്യുന്ന സമയത്ത് ആരും നമ്മളെ എതിർക്കാനുണ്ടാവില്ല. എതിർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അധികം ആരും അങ്ങനെ മണ്ടേ കയറാനായിട്ട് വരില്ല. തീർച്ചയായിട്ടും. കാരണം ഈ ആർട്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ഈ ഒരു ഫീൽഡിന്റെ പ്രശ്നം ഏർണിങ്സ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടണമെന്നില്ല. നമ്മൾ വൺസ് സക്സസ്ഫുൾ ആയതിനു ശേഷം നല്ല ഏർണിങ്സ് കിട്ടുമായിരുന്നു. പക്ഷെ അതുവരെയുള്ള സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ്. ആ സമയത്ത് നമുക്ക് വേറെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ജോബ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഞാൻ 5 years സർവൈവ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും എന്റെ അന്നം എന്ന് പറയുന്നത് എന്റെ ഒരു പ്രൊഫസർ ആയിട്ടുള്ള ജോബ് തന്നെയാണ്. ഓക്കെ, ഇപ്പം പഠിപ്പിക്കുന്നുണ്ടല്ലോ, അപ്പൊ സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയാണ്? ഭയങ്കര പ്രൗഡാണോ? എങ്ങനെയാണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം? സപ്പോർട്ടീവ് ആണ്. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ താഴെ കമന്റ്സ് ചെയ്യുന്നതും പിന്നെ ഇങ്ങനെ ഷോസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ക്ലാസ് മുറികളിൽ ഞാൻ കഴിയുന്നതും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ തന്നെയാണ്. അപ്പൊ എനിക്ക് ഡിസ്കഷൻ ഒന്നും നോക്കാറില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഓക്കെ, ഷാനിക്ക് ഈ മോഡലിംഗ് ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഷാനിക്കിന് വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും എന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ മോഡലിംഗ് ഫീൽഡിന് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അതുവരെ ഞാൻ പറഞ്ഞത് ഞാൻ വളരെ കൺസർവേറ്റീവ് ആയിട്ട് റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഉപ്പ എന്റെ പള്ളി കമ്മിറ്റി സെക്രട്ടറി ആണ്, വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പൊ നമ്മൾ ആരും ഇങ്ങനെ ഒരു ഫീൽഡിലോട്ടൊന്നും വരുന്നില്ല. ഇത് വൺസ് ഇതിലോട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ എന്തൊക്കെയോ നേടുന്നുണ്ട്, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നല്. അപ്പൊ ആ സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന വഴി നിന്ന് മാറി സഞ്ചരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കെതിരെ അമ്പുകൾ എഴുതാൻ ആൾക്കാരുണ്ടാവും. നീ അങ്ങനെ ചെയ്യുന്നത് ശരിയില്ല, ആ പോകുന്നത് ശരിയില്ല, ഈ ഫീൽഡ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിനൊക്കെ ഞാൻ ഫേസ് ചെയ്ത് തുടങ്ങിയപ്പോ വൺസ് നമ്മുടെ ഒരു ഫിയർ എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്ത് പറയുന്നത് അതിനെ നമ്മൾ ഫേസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് നമുക്ക് മനസ്സിലായി ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. കാരണം ആളുകൾ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ഒരു അവസരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടി വരും. അപ്പൊ ഞാൻ എന്റെ പാഷൻ ഫോളോ ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ നമ്മൾ തള്ളി പറഞ്ഞവരൊക്കെ നമ്മളൊരു അച്ചീവ്മെന്റ്സ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ചേർത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മോഡലിംഗ് ഫീൽഡിൽ വന്ന സമയത്ത് ഷാനിക്കിന് ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനെയൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡിൽ ട്രോമ ഉണ്ട്. ഞാനൊരു ബ്ലഡ് ക്യാൻസർ സർവൈവറാണ്. അപ്പൊ ഞാൻ ഭയങ്കര വീടിന്റെ ഉള്ളിൽ തന്നെ അടങ്ങി ഒതുങ്ങി ജീവിച്ച ഒരാളാണ്. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു കുറച്ചും കൂടെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ സംസാരിക്കാനൊക്കെ ഭയങ്കര ഷൈ ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു. അപ്പൊ അത് ആക്ച്വലി ആ ഒരു ബുള്ളിങ് എന്റെ സ്കൂളില് കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതിനെ ഫേസ് ചെയ്തത് എപ്പോഴും പറയാറുണ്ട്, ഇതേപോലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാം, നമുക്ക് പറ്റുമെന്നുള്ള നമ്മൾ തന്നെയാണ് ആദ്യം പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത്. നമുക്ക് സ്വന്തമായിട്ടൊരു ബിലീഫ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഈ ബോഡി ഷേമിംഗ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോകാം. ഷാനിക്ക് മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണോ? ലൈക്ക് അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്, നമ്മൾ സെൽഫായിട്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. തീർച്ചയായിട്ടും. പിന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവി ഫീൽഡിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ ഷാനിക്ക്? തീർച്ചയായിട്ടും. സിനിമ തന്നെയാണ് ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത്. മോർണിംഗ് തുടങ്ങിയത് തന്നെ ആ ഒരു വലിയ സ്ക്രീനിൽ ഒരു 5 മിനിറ്റെങ്കിലും നമ്മളെ കാണാന്നുള്ളത് വലിയ സ്വപ്നമാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സിനിമയിലെത്തും എന്നുള്ളത്. ഒമർ ലുലു സാറുമായിട്ടുള്ള ഒരു ഫോട്ടോയും അതിന്റെ കൂടെ ഒരു ഡിസ്ക്രിപ്ഷനും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്ന് അത് വായിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കാണുവാണെങ്കിൽ ചോദിക്കണം എന്നുണ്ടായി. അപ്പൊ അതിനെ കുറിച്ച് ഒമർ സാറിന് ഇതേപോലെ സോഷ്യൽ മീഡിയയിലാണ് പരിചയം. അപ്പൊ ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്ന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അടുത്തൊരു മൂവിയുടെ സാറിന്റെ പ്രൊജക്ടിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, കണ്ടു, സംസാരിച്ചു. തീർച്ചയായിട്ടും എനിക്ക് കുറെ അഡ്വൈസ് ഒക്കെ തന്നു പുള്ളിക്കാരൻ. അപ്പൊ ഞാൻ മോഡലിംഗിലുള്ള ഒരാളാണെന്ന് വിചാരിച്ച് എന്നോടനെ നിനക്ക് ഞാൻ റോള് തരാം അങ്ങനൊന്നല്ല പറഞ്ഞത്. പുള്ളിക്കാരൻ പറഞ്ഞു നീ കുറച്ച് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ എനിക്കൊരു ആക്ടിങ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് നല്ലൊരു വേഷം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു വാക്കുകൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഈ മോഡലിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നെഗറ്റീവായിട്ട് വിമർശനങ്ങൾ പറയുന്നത്, മോഡലിംഗ് എന്തോ നെഗറ്റീവായിട്ടുള്ള എന്തോ ആണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത്തരം വിമർശനങ്ങളോട്
ഷാനിക്കിന്റെ ഒരു പ്രതികരണം എന്താണ്? ഇപ്പൊ അതിന് കുറെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പൊ ഒരുപാട് മോഡലിംഗ് ഏജൻസീസ്, മോഡലിംഗ് കമ്പനീസ് എല്ലാം ഉണ്ട്. ഇപ്പൊ കൊച്ചുകുട്ടികളും വരെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. അപ്പൊ ഒരുപാട് പാരന്റ്സ് അവരെ അക്കമ്പനി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികളൊക്കെ റാമ്പിന് പോകുമ്പോ അപ്പൊ അവർക്ക് ഇതിന്റെ റിയൽ ഒരു അവസ്ഥ എന്താണെന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഈ പറയുന്ന നെഗറ്റീവ്സിനൊക്കെ ഇപ്പൊ ഒരു പരിധി വരെയൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എല്ലാ ഫീൽഡിലും ഉള്ളത് പോലെ തന്നെ ഈ ഫീൽഡിലും ചതിക്കുഴികളുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാ ഫീൽഡിലും ഈ പറഞ്ഞ മനുഷ്യന്മാര് ചൂഷണം ചെയ്യാനിരിക്കില്ല. അപ്പൊ പൈസ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സെക്ഷലി ആണെന്നുണ്ടെങ്കിലും അല്ലാത്ത രീതിയിലൊക്കെ ആളുകൾ നമ്മളെ ചൂഷണം ചെയ്യാനുള്ളവരുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു അഡ്വൈസ് ആണ്, നിങ്ങളൊരു ഷോ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ പേജസ് ഒക്കെ എടുത്ത് നോക്കുക. ഇതിന്റെ സിഒസ് ആരാണ്, കൊറിയോഗ്രാഫേഴ്സ് ആരാണ്, അതിൽ ഇറങ്ങിയിട്ടുള്ള മോഡൽസിനെ കോൺടാക്ട് ചെയ്തിട്ട് അവരോട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ എക്സ്പീരിയൻസ്, പ്രോപ്പർ ആയിട്ട് റാമ്പ് വർക്ക് ചെയ്യാൻ പറ്റുമോ, ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, പൈസ വല്ലതും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പോകാൻ. ആരെങ്കിലും ഒരാൾ ചുമ്മാ ഒരു ഓഫർ തരുമ്പോഴേക്കും അതിൽ പിന്നിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടോ ഇല്ല എന്നുള്ളത് രണ്ടുവട്ടം ആലോചിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഈ ഏജൻസികളിൽ ജോയിൻ ചെയ്യുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള പിള്ളേരുണ്ട്. അപ്പൊ അവരൊക്കെ പൈസ കൊടുത്ത് പഠിക്കണം, അങ്ങനെ ഉണ്ടോ? അതുമല്ല, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇവർ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പൊ മോഡലിംഗ് കമ്പനീസ് ഉണ്ട്, മോഡലിംഗ് ഏജൻസീസ് ഉണ്ട്. ആക്ച്വലി മോഡലിംഗ് ഏജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺസ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഇങ്ങോട്ട് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഷൂട്ട്സും കാര്യങ്ങളും ഷോസും വരുമ്പോൾ വിളിക്കുക ചെയ്യാം. അപ്പൊ അതിന് ആക്ച്വലി നമുക്ക് ഇങ്ങോട്ട് പേയ്മെന്റ് കിട്ടും. മോഡലിംഗ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പൊ ഡിഫറെന്റ് മോഡലിംഗ് കമ്പനീസ് അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു ഷോ നടക്കുന്ന സമയത്ത് അവർ സ്ലോട്ട് പർച്ചേസ് ചെയ്യും. അതിലൊരു 10-15 മോഡൽസിന് അവർ വർക്ക് ചെയ്യും. അപ്പൊ അവരെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോട്ടിന് ഒരു 25,000 കൊടുത്തിട്ട് അവർ പർച്ചേസ് ചെയ്യുന്നത്. മോഡൽസിന്റെ അടുത്ത് 3,000, 4,000 ഒക്കെ വാങ്ങിച്ചിട്ട് അവർ കോസ്റ്റ്യൂം, കൊറിയോഗ്രാഫി, റാമ്പിലുള്ള പിക്ചേഴ്സ്, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് അത് ബാലൻസ് ആയി പോകുന്നത്. ഇതിന്റെ രണ്ട് നല്ല വശങ്ങൾ തന്നെയാണ്. ഇതിന്റെ ഈ മോഡലിംഗ് ഏജൻസി നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് ഇറങ്ങുന്നതിന്റെ ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോഡലിംഗ് ഏജൻസീസ് ആക്ച്വലി ഈ പറയുന്ന അവർക്കൊരു റിക്വയർമെന്റ്സ് ഉണ്ടാവും. അപ്പം മാനിക്യൂൻസ് മോഡൽസ് എന്ന് അവർ പറയാം. അപ്പൊ ആ ഒരു ഫിക്സ് സൈസ്, അതേപോലെ തന്നെ വെയിറ്റും ഹൈറ്റും കളറൊക്കെ ഉള്ളവരെ ചിലപ്പോൾ അവർ അപ്രോച്ച് ചെയ്തോളും. പക്ഷെ മോഡലിംഗ് ഏജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർക്ക് വേണമെങ്കിലും വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം അവർ ഒരുക്കി കൊടുക്കുകയാണ്. അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന സോ കോൾഡ് ബോഡി ഫിറ്റിൽ ഉള്ള ആൾക്കാരാണെന്നില്ല. അപ്പോൾ ഒരു മോഡലിംഗ് ഒരു വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ മോഡലിംഗ് കമ്പനീസ് വഴി ചെറിയ പേയ്മെന്റ് കൊടുത്ത് വർക്ക് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഷാനിക്ക് ഈ മോഡലിംഗ് ഫീൽഡിൽ സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രിവിലേജ് അല്ലെങ്കിൽ പ്രയോറിറ്റി എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ എപ്പോഴും ചെയ്തേക്കുന്ന ടോപ്പിക്. തീർച്ചയായിട്ടും ലേഡീസിന് അല്ലെങ്കിൽ ഫീമെയിൽ മോഡൽസിന് ഒരു പ്രിവിലേജ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനൊരു മെയിൽ മോഡലായിട്ട് പറയുന്നതല്ല. നമുക്കൊരു ഷോസ് ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു ഷൂട്ടിന് ചെല്ലുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് കിട്ടുന്ന ഒരു പ്രിഫറൻസ് എപ്പോഴും മെയിൽ മോഡൽസിന് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് അപ്പൊ അവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അവരുടെ ആദ്യം നമുക്ക് ചെയ്യാം, എന്നിട്ട് മെയിൽ മോഡൽസിന് ചെയ്യാം. അല്ലെങ്കിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കൊറിയോഗ്രാഫി കുറച്ച് സമയം എടുത്ത് ചെയ്യാം. ഞാൻ തന്നെ 1-2 ആഡ് ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന അവർ ട്രീറ്റ് ചെയ്യുന്ന ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ ഫീമെയിൽ മോഡൽസിന് കുറച്ചും കൂടി ഈ ഒരു മേഖലയിൽ അവസരങ്ങൾ കൂടുതലുണ്ട്. കാരണം അവർക്ക് പ്രിന്റഡ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും ഡിജിറ്റൽ ആണെന്നുണ്ടെങ്കിലും കുറെ അധികം പ്രൊഡക്ട്സ് ഉണ്ട്. മെയിലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫീമെയിൽ കുറെ അധികം പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസും കൂടുതലാണ്. ചില മോഡലിംഗ് പ്ലാറ്റ്ഫോമുകൾ ഓൾറെഡി പൈസ മേടിച്ചു വെച്ചിട്ട് വിന്നറിനെ അനൗൺസ് ചെയ്യുക, അങ്ങനെയുള്ള ആരോപണങ്ങൾ കേട്ടുവരുന്നുണ്ട്. സോ ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളൊരു ബ്രാൻഡിന്റെ ഒരു ബ്യൂട്ടി പേജിന്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ സൗന്ദര്യ മത്സരം എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് റൗണ്ട്സ് ഉണ്ടാവും. ടാലന്റ് റൗണ്ട്, ഫിറ്റ്നസ് റൗണ്ട്, ഇൻട്രൊഡക്ഷൻ, ക്വസ്റ്റ്യൻ ആൻസർ, അങ്ങനെ കുറെ റൗണ്ട്സ് ഉണ്ടാവും. അപ്പൊ ചില ഇതിലൊക്കെ ഈ പറയുന്ന പോലെ നേരത്തെ ഫിക്സ് ചെയ്തതിനു ശേഷം വിന്നേഴ്സിനെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ വിളിച്ചിട്ട് പറയാറുണ്ട് ഞാൻ നന്നായി ചെയ്തു പക്ഷെ എനിക്ക് കിട്ടിയില്ല, അതെന്തോ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ബ്രാൻഡിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ആ പേജിൽ ചെയ്യാൻ പറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത് എന്നാണ് ഞാൻ പറയാറുള്ളത്. കാരണം പിന്നെ ഇത് നമുക്ക് പറയാൻ പറ്റും, ഇത് ആ ഒരു മൊമെന്റ് ഓഫ് ആക്ഷന്റെ ഒരു സംഭവമാണ്. കാരണം ഒരു 3-4 ജഡ്ജസ് ഉണ്ടാവും. ഇവര് ഈ ഇത്രയും റൗണ്ട്സിൽ ഒരു സെഷനിൽ മാർക്ക് ഇട്ടിട്ട് ഫൈനലി ടാബ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു 0.5 ആയിരിക്കും വിന്നേഴ്സ് മാർക്ക്. അപ്പൊ ഞാൻ കുറെ പ്രൈസൻസിൽ പങ്കെടുത്ത ആളാണ്, വിന്നർ ആയ ആളാണ്, എനിക്ക് ഇവിടെ കിട്ടിയില്ല എന്ന് നമുക്ക് പരാതി പറയാൻ പറ്റില്ല. കാരണം ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ നമ്മുടേതായിരിക്കണമെന്നില്ല. അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് തന്നെ മോഡലിംഗില് സൗന്ദര്യം എന്നതിലുപരി വേറെ എന്തൊക്കെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കുക? ഇപ്പൊ ബ്യൂട്ടി പേജൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ്.
നല്ല കോസ്റ്റ്യൂം ഇട്ട് നന്നായിട്ട് വാക്ക് ചെയ്ത് നല്ല ആറ്റിറ്റ്യൂഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വിന്നറിനെ ഡിസൈഡ് ചെയ്യുന്നത് ഫൈനൽ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് എങ്ങനെയാണ് അതിനൊരു റിപ്ലൈ കൊടുക്കുന്നത് വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, അതെങ്ങനെ ഒരു കിക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു വിന്നറിനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ബ്യൂട്ടി പേജൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ നമുക്കിപ്പോൾ വാക്ക് ചെയ്യാനൊന്നും അറിയില്ല അല്ലെങ്കിൽ കുറച്ച് ഷൈ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിജിറ്റൽ ഷൂട്ട്സ് അല്ലെങ്കിൽ പ്രിന്റ് ഷൂട്ട് ഒക്കെ അവർക്ക് വാക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അതിൽ നമ്മൾ വാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ക്യാമറ ക്ലിക്ക് ചെയ്യുന്നു, വീഡിയോ ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളുള്ളൂ. അപ്പൊ ജസ്റ്റ് പോസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അത് മെയിൻലി നമ്മളെപ്പോഴും നമ്മുടെ ഒരു ബ്യൂട്ടി കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫിറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് പറ്റുന്ന റോൾസും കാര്യങ്ങളും വരുമ്പോൾ അത് നമ്മളെ തന്നെ ഗൈഡ് ചെയ്തു. ഓക്കെ. 2024 മിഷൻ ഡ്രീംസിൻ്റെ ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്തു. അപ്പോൾ അതിൽ 5 lakhs ക്യാഷ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാഷ് ഇപ്പോൾ നമ്മളൊരു സാധാരണ ഒരു മനുഷ്യനെ കാണുമ്പോൾ ആ ക്യാഷ് ഫുള്ളായിട്ട് കിട്ടും, ടാക്സ് എന്തെങ്കിലും കട്ടിയിട്ട് എമൗണ്ട് ഫുള്ള് കിട്ടും എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അത് അങ്ങനെ അല്ല എന്നൊരു സംഭവമുണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥയും പ്ലസ് അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പേര് ഷാനിക്കിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊരു സംഭവമുണ്ട്. അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മിഷൻ ഡ്രീംസിന്റെ 5 lakhs ഒരു ചെക്ക് നമ്മളും വിന്നേഴ്സിന് അനൗൺസ് ചെയ്ത ആ സമയത്താണ് കാണുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടടിച്ചു 5 lakhs rupees എന്നുള്ളത്. അപ്പൊ അതിൽ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു കോൺട്രാക്ട് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ ഉദ്ദേശിക്കുന്നത് 1 year അവരൊരു 5 lakhs വർത്ത് ആയിട്ടുള്ള കോൺട്രാക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ക്യാഷ് പ്രൈസ് ആയിട്ടല്ല. ഓക്കെ. അപ്പൊ പൈസ കിട്ടില്ല, ജസ്റ്റ് അത്രയും പ്രോഗ്രാംസ് അവർ തരുമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അവർ പറയാണ് നമ്മളൊരു ഫോട്ടോഷൂട്ട് വെക്കുന്നുണ്ട്, ഇങ്ങനെ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോഷൂട്ട് ഇറ്റ്സ് വർത്ത് 50,000 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പോയി അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവരൊരു ഷോ നടത്തുന്നുണ്ട്, അതിൽ നമുക്ക് ഷോ സ്റ്റോപ്പർ ആയിട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരാണ്, അത് നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പം ഷാനിക്കിന്റെ പ്രൊഫൈലിൽ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നിയൊരു സംഭവമാണ് ഡിവോഴ്സ് ആയ സമയത്ത് ജസ്റ്റ് ഡിവോഴ്സ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോഷൂട്ട് പ്ലസ് ഒരു റീല്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മളെപ്പോഴും കാണുന്നത് ലൈക്ക് ഈ സേവ് ദ ഡേറ്റ് ലൈക്ക് അങ്ങനെ ഭയങ്കര അങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതലും ഫോട്ടോഷൂട്ട് കാണുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ? ഡിവോഴ്സ്ഡ് ബട്ട് നോട്ട് ഡാമേജ് എന്നാണ് ക്യാപ്ഷൻ കൊടുത്തിരുന്നത്. അപ്പൊ ഈ പറയുന്ന പോലെ ഡിവോഴ്സ് എന്നുള്ളത് അത്ര മോശം ഒരു കാര്യമല്ല, ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യല്ല. സെയിം ടൈം നമ്മൾ എത്രയോ പേര് ഇതിന്റെ പേരിൽ മരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിൽ നിന്ന് ധൈര്യമായിട്ട് ഇറങ്ങി വരണം എന്നുള്ളത് നമ്മൾ ഓരോ വീട്ടിൽ നിന്നും നമ്മുടെ മകൻക്കാരും മകൾക്കാരും കൊടുക്കേണ്ട ഒരു ഉപദേശം തന്നെയാണ്. കാരണം ജീവിതം എന്ന് പറയുന്നത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് അവസാനിക്കില്ല. അപ്പൊ നമ്മളൊരു റോങ് പാർട്ട്ണറെയാണ് ചൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സാക്രിഫൈ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ഡിവോഴ്സ് ചെയ്ത് ഇറങ്ങി വരുന്ന ആൾക്കാർ എപ്പോഴും നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ എനിക്ക് എന്തോ പ്രശ്നം പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ എപ്പോഴും ഇപ്പോഴും എന്നെ കാണുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, നീ ആൾ വിളിക്കാറുണ്ടോ, കോണ്ടാക്ട് ഉണ്ടോ, ഞാൻ ഡിവോഴ്സ്ഡ്. അപ്പൊ ആൾക്കാർക്ക് അതാണ് കൗതുകം, അല്ലെങ്കിൽ നീ നോക്കുന്നില്ല, കല്യാണം നോക്കുന്നില്ല എന്നൊക്കെ പറയും. നമ്മള് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ തന്നെ കല്യാണം പോലെ തന്നെ ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യണം. കാരണം നമ്മൾ പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിവോഴ്സ്ഡ് ബട്ട് നോട്ട് ഡാമേജ്ഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ഫോട്ടോഷൂട്ടാണ് മൈ ബോഡി മൈ ഡ്രസ് മൈ ചോയ്സ്. അതിന്റെ ഒരു കോൺസെപ്റ്റും അതും ഇതേപോലെ തന്നെ നമ്മള് ഈ ഡ്രസ് എന്ന് പറയുന്ന ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പൊ അതിനെതിരെ ഭയങ്കര ബുള്ളിങ് ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതിന്റെ പേരിൽ നേരത്തെ പറഞ്ഞ പോലെ ആത്മഹത്യയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെ ഒരു നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയപ്പോഴാണ് ഈ പറഞ്ഞ ഒരു സാരി ചുറ്റിട്ട് ഞാനൊരു ഇന്റർനാഷണൽ ഫാഷൻ വീക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്റെ ഒരു ചോയ്സ് അല്ല, പക്ഷെ ഞാൻ അവര് റെപ്രസെന്റ് ചെയ്തിട്ട് മൈ ഡ്രസ് മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഷാനിക് LGBTQ കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണോ? ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാനൊരാളുടെ LGBTQI+ കമ്മ്യൂണിറ്റി ആണോ അല്ലെങ്കിൽ ജെൻഡർ അല്ലെങ്കിൽ അവരുടെ റിലീജിയൻ ഒന്നും നോക്കിയിട്ട് ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യാറില്ല. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഒരാളുടെ പ്രവൃത്തികൾ നോക്കിയിട്ടാണ്, അവരുടെ ആക്ഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് നോക്കിയിട്ടാണ്. ഒരാള് ഇപ്പൊ ട്രാൻസ് ആയതുകൊണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പൊ എനിക്ക് ഒത്തിരി ട്രാൻസ്ജെൻഡർ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പൊ ഞാൻ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ ഈ ഒരു ചോദ്യം തന്നെയുള്ള ഒരു പ്രശ്നം വെച്ചാൽ നമ്മുടെ സപ്പോർട്ട് കൊണ്ട് വേണ്ട ആർക്കും ജീവിക്കാൻ. അപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്ന പോലെ തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത്. നമ്മളാരും ആർക്കും ഭക്ഷണം കഴിക്കാനൊന്നും വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ചെലവിന് കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പൊ എല്ലാവരും അവരവരുടെ ജീവിതം ജീവിക്കട്ടെ. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരെ വിമർശിക്കാണ്ടിരിക്കാൻ പറ്റും എന്നുള്ളതായിട്ട് വലിയ കാര്യം. ഒരാളെയും ജെൻഡറോ റിലീജിയനോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, അവരുടെ ആക്ഷനും നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് നോക്കിയിട്ടാണ് വിശ്വസിക്കുന്ന ഒരാളാണ്. നല്ല ആൻസർ ആണ്. അപ്പൊ ഷാനിക് ലൈഫിൽ ഭയങ്കരമായിട്ട് തകർന്നു പോയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത്
എങ്ങനെ ഓവർകം ചെയ്തു? കാരണം ഒരുപാട് പേര് ഇപ്പോൾ ഒരു അധ്യാപകൻ മോഡലിംഗ് ചെയ്യുന്നു, ഇപ്പോൾ കുറേ പേർക്ക് മോഡലിംഗ് ഇഷ്ടമായിരിക്കണം, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രൊഫഷൻ ഇഷ്ടമല്ലാതെ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും പൈസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. തകർച്ചകളെന്നും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഞാൻ പറഞ്ഞ കുട്ടിക്കാലത്ത് ഒരു അസുഖം എന്നുള്ളത് ഏറ്റവും വലിയ തകർച്ച തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം അതിനെ തുടർന്നുണ്ടായിരുന്ന ബുള്ളിങ് ആയിരുന്നു ഏറ്റവും വലിയ. കാരണം എനിക്ക് ഒരാളെ ഫേസ് ചെയ്യാൻ, ഒരു ക്രൗഡിനെ പോയി സംസാരിക്കുമ്പോഴൊക്കെ നമ്മളെ ചേഷ്ടകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ കളിയാക്കുക, വിലയിരുത്തുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഉള്ള ക്രൈസിസും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഈ ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും ഒരു ഡിസീസ് കാരണം ഉണ്ടാകുന്ന അസുഖത്തിനേക്കാളൊക്കെ ഏറ്റവും വലിയ തകർച്ചയായിട്ട് ഞാൻ കാണുന്നത് ഒരാളെ സ്നേഹിച്ച് വഞ്ചിക്കുക എന്നുള്ള ഒരു തകർച്ചയാണ്. അപ്പൊ നമ്മള് ഒരാൾക്ക് കുന്നോളം സ്നേഹം കൊടുത്തിട്ട് ഞാൻ ഉണ്ടാവും കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ലൈഫ് ലോങ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കരകയറാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു മെന്റൽ ട്രോമയിലൂടെ ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ പിന്നെ അവസാനം ഈ പറയുന്ന നമ്മൾ കുറെ അഡ്വൈസ് കേട്ടും കുറെ വീഡിയോസ് ഇൻസ്പിറേഷൻ ഒക്കെ കാണാൻ ഒന്നും ഏൽക്കില്ല, അയാൾ ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും കടന്നു പോകുക. അപ്പൊ ഇപ്പോഴും അങ്ങനെ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പോയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അങ്ങനെ ഒരാള് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഒരു അറ്റ് ടൈം നമ്മൾ ടൈം ഹീൽസ് എവറിത്തിങ് എന്ന് പറയല്ലേ, കുറെ അങ്ങ് സഞ്ചരിച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും മതി, ഇനി ഇതോടെ വെച്ച് നിർത്തി നമുക്ക് വേണ്ടി അങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്തുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഴയ നമ്മളായിരിക്കില്ല. പിന്നെ നമ്മൾ ഒരാളെ അക്സെപ്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മളൊരു ലിമിറ്റ് വെക്കും, ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ ഒരാളോട് പരിചയപ്പെടുമ്പോഴും അല്ലെങ്കിൽ അടുക്കുമ്പോഴൊക്കെ ഞാൻ ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ടാണ് അവരെ ഇങ്ങോട്ട് എടുക്കാറുള്ളത്. അപ്പൊ അത് അതിന്റെ ഒരു അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ ഷാനിക, അതുപോലെ തന്നെ ഷാനിക്കിന്റെ ഒരു പെർസ്പെക്റ്റീവില് മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? നല്ല പ്രശ്നമാണ്. കാരണം എനിക്ക് കുറെ ചേഞ്ചസ് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സോ കോൾഡ് ഒരു മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ പറയാറുണ്ട് മാനിക്യൂൻസിന് വേണ്ടിയിട്ട് ഡിസൈൻ വെൽ ഷേപ്ഡ് ആയിരിക്കണം എന്നുള്ളതൊക്കെ. പക്ഷെ ഇപ്പൊ നമ്മളൊരു ക്ലോത്ത് ആണ് ഒരു ബ്രാൻഡ് ഇറക്കാൻ വിചാരിക്കുക, അതിന്റെ ഫൈനൽ ഒരു ഉപഭോക്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ അതിൽ എക്സൽ സൈസ് ഉള്ളവരുണ്ടാവും, ഡബിൾ എക്സൽ ഉള്ളവരുണ്ടാവും, മീഡിയം എസ് സൈസിലുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളൊരു വെൽ ഫിറ്റ് ആയിട്ടുള്ള മോഡൽസിനെ റാമ്പിൽ ഇറക്കിയിട്ട് ഈ കോസ്റ്റ്യൂം നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഷോക്കേസ് ചെയ്യുന്നതിനോട് എനിക്ക് സത്യം പറഞ്ഞാൽ യോജിപ്പില്ല. അപ്പൊ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ ബോഡി ടൈപ്പിനെയും എല്ലാ കളേഴ്സിനെയും എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫാഷൻ മോഡലിംഗ് ഇൻഡസ്ട്രി വരണം എന്നുള്ളത് എന്റെ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നതാണ്. അതേപോലെ തന്നെ കൂടുതൽ ഫീമെയിൽസ് ഇതിന്റെ പിന്നണിയിലോട്ട് വരണം. അപ്പൊ സിഇഒ ആയിട്ടാണെങ്കിലും കൊറിയോഗ്രാഫേഴ്സ് ആയിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാം അധികം മെയിലാണ് ആൾക്കാർ കാണുന്നത്. അപ്പൊ കുറേ കൂടെ ഫീമെയിൽ ആധിപത്യം ഇതിലോട്ട് വരണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഷാനിക്, ഇത്രയും ഫാഷൻ ടൈറ്റിൽസ് വിൻ ചെയ്ത ഒരാളാണ് ഷാനിക്. പക്ഷെ പബ്ലിക്കിലേക്ക് അത്രയും എത്തിയിട്ടില്ല, അത്രയും ഒരു റീച്ചിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതിനെ എങ്ങനെ കാണുന്നു? അല്ലെങ്കിൽ ലൈക്ക് അത് എന്തുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു? ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം എന്റെ ഫ്രണ്ട്സും എന്റെ ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം നമ്മൾ ടൈറ്റിൽസ് ഒക്കെ വാങ്ങിച്ചതാണ്. ഒരു ഷോയ്ക്കൊക്കെ പോകുമ്പോൾ അവിടെ ഉള്ള ആ മെറ്റേണിറ്റിയിലുള്ള നമ്മളെ തിരിച്ചറിയ റെക്കഗ്നൈസ്. പക്ഷെ ഒരു നോർമൽ ക്രൗഡിന്റെ ഇടയിൽ നമുക്ക് റെക്കഗ്നീഷൻ കിട്ടുന്നതില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിലെ ലീഡിങ് റിയാലിറ്റി ഷോയില് കഴിഞ്ഞ 3 സീസണില് കണ്ടിന്യൂസ് ആയിട്ട് ഓഡിഷൻ കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. സെലക്ടായോ ഇല്ലേ എന്നുള്ളതല്ല, എന്നെ പോലെ ഒരു സാധാരണക്കാരനെ അവിടെ വരെ എത്താൻ പറ്റിയത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ എന്നോട് കുറെ പേര് പറയും 3 സീസൺ ആയില്ലടാ, നീ കിട്ടുന്നില്ല, നീ വല്ല കോൺട്രോവേഴ്സീസ് ഒക്കെ ഉണ്ടാക്കുന്നു. മീനാക്ഷി ഈ ഒരു മാനം ഉണ്ടല്ലോ, ഇത് എന്റെ അടുത്തും ഷാരൂഖ് ഖാന്റെ അടുത്തും മാത്രമേ ഉള്ളൂ. സീരിയസ്ലി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മള് കുറച്ച് കോൺട്രോവേഴ്സീസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നെഗറ്റീവ് കമന്റ്സിലൂടെ ആയിട്ടാണെങ്കിലും വേണ്ടില്ല സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുക എന്നുള്ള ഒരു കുറെ ആൾക്കാർ അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ എനിക്കത് തീരെ താല്പര്യമില്ല. അപ്പൊ എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു വൈബ് ഉണ്ടാക്കുക, നെഗറ്റീവ് ഉണ്ടാക്കുക, കോൺട്രോവേഴ്സീസ് ഉണ്ടാക്കുക, അപ്പൊ നിറഞ്ഞു നിൽക്കുമ്പോൾ നിനക്ക് സെലക്ഷൻ കിട്ടും എന്നുള്ളതൊക്കെ. പക്ഷെ ഈ പറഞ്ഞ രീതി ഇത് ഇവിടുന്ന് അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ടാലന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടാലന്റിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ടാലന്റ് ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ തേടിയെത്തുന്നത് വിശ്വസിക്കുന്നതാണ്. വെറുതെ ഒരു സോഷ്യൽ മീഡിയ കിടന്ന പ്രഹസനം കാര്യങ്ങളൊക്കെ ഒത്തിരി പേര് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, ഇപ്പം അനീഷിനാണെങ്കിലും പുള്ളി അത്രയും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കും ഇതേപോലെ ഒരു റെക്കഗ്നൈസേഷൻ ഉണ്ടായില്ല. ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചിട്ട് പുള്ളി അതിൽ വന്ന ഒരാളാണ്. സോ ഷാനിക്കിന് എന്തായാലും ഒരു ചാൻസ് കിട്ടും. അതെ, ഒരു എന്തായാലും വരും, കാണാൻ പറ്റും. ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്
ഏതായിരിക്കും? ഡെഫിനറ്റ്ലി മിസ്റ്റർ തൃശ്ശൂർ തന്നെ ആയിരിക്കും. മിസ്റ്റർ ഞാൻ തൃശ്ശൂർ. പറഞ്ഞത്, ഞാൻ അതിന് മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വെൽ വിഷേഴ്സോ ഗോഡ് ഫാദേഴ്സോ ഒന്നും ഇല്ലാത്തൊരു സമയത്താണ് ആ ഒരു ടൈറ്റില് ചുമ്മാ പോയി മത്സരിച്ച് വിൻ ചെയ്യുന്നത്. അപ്പൊ അതാണ് ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് എന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, അതായത് ഈ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നതിനപ്പുറം ഈ അവസരം നഷ്ടപ്പെടുത്തിയാൽ എനിക്കെന്ത് സംഭവിക്കുമെന്ന് ഞാൻ ചിന്തിച്ച് തുടങ്ങിയതിനാലാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയത് അവിടെ മുതലാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോ മീനാക്ഷിയുടെ മുതലോടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഷാനിക്കിന്റെ പ്രൊഫൈലിൽ ഒരു ക്ലാസിക്കൽ ഡാൻസിന്റെ ഒരു ഓഡീഷൻ ലൈക്ക് ഒരു ഷോയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാനിക്ക് പറയണ്ട, ഞാൻ ഇന്നേവരെ ഡാൻസ് ചെയ്തിട്ടില്ല, പക്ഷെ എത്ര ഗ്രേസോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആയാലും എല്ലാം നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. അതൊക്കെ ആക്ച്വലി സമ്മതിക്കണം, വലിയൊരു കാര്യമാണ് അതൊക്കെ. കാരണം ചെയ്തിട്ടില്ലാത്ത ഒരാൾ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതും ഗ്രേസോടുകൂടി കളിക്കുക എന്ന് പറയണത് വലിയൊരു കാര്യമാണ്. ഈ പറഞ്ഞ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഞാൻ അത്യാവശ്യം എഴുത്താണ് എന്റെ ഒരു മേഖല എന്ന് പറയുന്നത്. എഴുതും, വരയ്ക്കും, അതേപോലെ തന്നെ അത്യാവശ്യം പാട്ടോടും, ഡാൻസ് കളിക്കും, പിന്നെ അഭിനയിക്കും, ആങ്കറിങ് ചെയ്യും. പക്ഷെ എനിക്ക് ദൈവത്തിനോട് എപ്പോഴുള്ള പരാതിയാണ്, ഇത് മിക്സ് ചെയ്ത് തരാണ്ട് ഏതെങ്കിലും ഒരെണ്ണത്തിൽ കുറച്ച് എക്സ്പെർട്ടൈസ് മേഖലയിലേക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിപ്പോ എല്ലാം കുറച്ച് വന്നോണ്ട് തന്നെ ഇവിടെ എത്തിയില്ല. അല്ല, അങ്ങനെയല്ല ഷാനിക്ക്, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും എവിടെയെങ്കിലും എത്തും ഷാനിക്ക്. എന്തായാലും ഇത്രയും ടൈറ്റിൽസ് അച്ചീവ് ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല. പിന്നെ ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നമ്മളെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. സോ അതിൽ പറയേണ്ട ആവശ്യമില്ല. ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ മതപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെ ഉപ്പ പള്ളി കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ഇപ്പോഴല്ല, ഞാൻ മോഡലിംഗ് ഒക്കെ തുടങ്ങുന്ന സമയത്ത്. അപ്പൊ ആ സമയത്ത് തന്നെ ഈ പറയുന്ന പോലെ ചില ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറിയൊക്കെ തൊടുമ്പോൾ അല്ലെങ്കിൽ ഒരു അമ്പലത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് ഉപ്പാക്ക് ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുക, എന്താണ് അവൻ ചെയ്യുന്നത്, നമുക്കിതൊന്നും പോസിബിൾ അല്ല, നമുക്കിതൊന്നും പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയായിരുന്നു. അപ്പൊ അതിനോടും ഞാൻ ഫൈനലി പബ്ലിക്കലി എൻ്റെ ഫേസ്ബുക്കിലൂടെ ഒക്കെ പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഖബറിൽ കിടക്കുന്നത് ഞാൻ മാത്രമായിരിക്കും, നിങ്ങൾ ആരും ഉണ്ടാവില്ല, അപ്പോൾ എൻ്റെ റബ്ബിനോട് ഉത്തരം പറയേണ്ടത് ഞാനാന്നുള്ളത്. അപ്പൊ അങ്ങനെ എന്നോട് നേരിട്ട് ചോദിച്ചവരൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി പാരന്റ്സിനോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർക്കത് വിഷമം ഉണ്ടാക്കുമ്പോൾ നമുക്കത് വിഷമം ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോ പൊതുവെ ഇല്ല കേട്ടോ, കുറവാണ്. കാരണം ഞാനിപ്പോ ഒരു 5 years ആയല്ലോ. അപ്പൊ ആളുകൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇവ നന്നാവില്ല എന്ന് മനസ്സിലായി. അതുപോലെ സൈബർ ബുള്ളിങ് ഉണ്ടായിട്ടുണ്ടോ? സൈബർ ബുള്ളിങ്ങും ഈ പറഞ്ഞ പോലെ എനിക്ക് അത്ര രൂക്ഷമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ കോൺട്രവേഴ്സീസും കാര്യങ്ങളിലൊന്നും അല്ലെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല, എന്തോ ഭാഗ്യം കൊണ്ട്. ഞാനൊരു കമന്റ് കണ്ടിട്ടുണ്ട്, ലൈക്ക് മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷൻ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്നിട്ട് ഒരാൾ പറയുന്നുണ്ട്, എന്താ കുന്നംകുളം മിസ്റ്റർ ഇന്ത്യ ആയിരിക്കും ഇവന്റ് ഒക്കെ പറയട്ടെ. ലൈക്ക് അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കണത്? ലൈക്ക് ഒരാളുടെ അച്ചീവ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മനുഷ്യന്മാര് അത് പറയുന്നത് മിക്കവാറും ഈ പറയുന്ന ഒരു ഫേക്ക് ഐഡി എന്ന് വന്നിട്ടുള്ള കമന്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ നേരിട്ട് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഉത്തരം കൊടുക്കും. അപ്പൊ ഈ പേജൻസിൽ തന്നെ കുറെ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പൊ മിഷൻ ഡ്രീംസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ വിന്നറാണ് ഞാനെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എല്ലാ വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ചില ആളുകൾ പിന്നെ ഈ പറയുന്ന നമ്മളെ കുരയ്ക്കുന്ന പട്ടികളെ നോക്കി കല്ലെറിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് സമയം ഉണ്ടാവുള്ളൂ എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ കുരയ്ക്കുന്നവർ കുരച്ചുകൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ യാത്ര തുടരുക. നമ്മളെ വിമർശിച്ചവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മറുപടി എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെന്റ്സ് തന്നെയാണ്. അത് നമ്മള് സക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ തന്നെ അതുവരെ ഒരു പുച്ഛമായിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഷാനിക്ക്, ഇനി ഷാനിക്കിന് വാട്ട് നെക്സ്റ്റ്? ഇനി എന്താണ് ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിക്കുകയാണെങ്കിൽ? ഇത് ഫിലോസഫിക്കലൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും, എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. പക്ഷെ ഞാൻ മീനാക്ഷിയോട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആൻസർ പറയാം. കുറച്ചും കൂടെ കുറച്ചും കൂടെ സെറ്റിൽ ആവണം ലൈഫിൽ, അല്ലെങ്കിൽ കുറച്ച് എക്കണോമിക്കലി കുറച്ചും കൂടെ ഒരു സ്റ്റേബിൾ ആവണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞത്. കാരണം ഞാനൊരു 90s കിഡാണ്. ഞാൻ എൻ്റെ പാരന്റ്സിന്റെ 5ാമത്തെ മകനാണ്. അപ്പോൾ നമ്മുടെ കൺമുന്നിൽ നമ്മുടെ പാരന്റ്സ് വയസ്സാവുക എന്നുള്ളത്, അത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ലൈഫിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഫേസസ് ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ കയ്യിൽ കുറച്ചും കൂടെ പൈസ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കായിരുന്നു, കുറച്ചും കൂടെ നല്ല ഒരു എൻവയോൺമെന്റ് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കായിരുന്നു എന്നൊക്കെ തോന്നും. അപ്പൊ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ പ്രൈസ് ടാഗ് നോക്കാണ്ട് ഷോപ്പിംഗ് ചെയ്യാനോ ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് യാത്ര ചെയ്യാനോ എന്നല്ല,
കുറച്ചും കൂടെ നല്ലൊരു സെറ്റിൽമെന്റ്, ഒരു കുറച്ചും കൂടെ എക്കണോമിക്കലി സെറ്റിൽ ആയിരുന്നെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അതെ ഒരു സേവിങ്സ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നുമില്ല. എക്സാക്ട്ലി. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ തീർന്നു. തകർന്നു. കാരണം ഒരു മന്ത്ലി നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത് ഇങ്ങനെ കാൽക്കുലേഷൻ വെച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മളൊക്കെ മിഡിൽ ക്ലാസ്സിലുള്ള ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അത്. അതെ അതെ. അപ്പോൾ കുറച്ചും കൂടി ഒരു നല്ലൊരു എക്കണോമിക്കൽ സെറ്റിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. ഷാനിക്കിന്റെ ബർത്ത്ഡേ March 28 അല്ലേ? അതെ. എന്റെ March 28. ഓ അതല്ല. അത് ആദ്യമേ പ്രൊഫൈലിൽ ഞാൻ ഫസ്റ്റ് നോട്ട് ചെയ്ത ഒരു കാര്യം അതാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര എന്തെങ്കിലും എടുക്കണം, ഇന്റർവ്യൂവിന്റെ എവിടെയും ഏതെങ്കിലും ഒരു പോസ്റ്റിൽ അത് പറയണം എന്നൊക്കെ എനിക്ക് ഉണ്ടായി. പക്ഷെ എനിക്കിതല്ലാണ്ട് ഓഡിയൻസിലേക്ക് പറയാനുള്ള ഒരു കാര്യം ഉണ്ടാണ്. അതുമല്ല മോഡലിംഗ് ഫീൽഡിലേക്ക് വരുന്ന പുതുതായിട്ട് വരുന്ന ആൾക്കാരോട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു അഡ്വൈസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? മോഡലിംഗ് ഫീൽഡിലോട്ട് വരുന്നവരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം പിക്ക് ചെയ്യുന്ന സമയത്ത് വളരെ കോൺഷ്യസ് ആയിട്ട് വേണം പിക്ക് ചെയ്യാൻ. പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ഗൈഡൻസ് ഒക്കെ എടുത്തതിന് ശേഷം വേണ്ടി മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ഒരാൾ ഒരു കാര്യം വെറുതെ ഓഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ ഒരു ദുരുദ്ദേശം ഉണ്ടാവും എന്നുള്ളത് ഓർത്ത് വെക്കുക. നല്ല നല്ല കമ്പനീസിനെ ചൂസ് ചെയ്യുക, അവരുടെ വർക്ക് ചെയ്തിട്ടുള്ള മോഡൽസിനോട് സംസാരിക്കുക, അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ നേർവഴിയിലൂടെ പോകുമ്പോൾ അതിൽ നിന്നും മാറിയിട്ട് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിതിൽ എന്തായാലും നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ മുറുകെ പിടിക്കുക, അവയ്ക്ക് വേണ്ടി ജീവിക്കുക. ഒരു നാളിലല്ലെങ്കിൽ മറ്റൊരു ദിവസം അത് നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. അപ്പം അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. ഓക്കെ ഷാനിക്, താങ്ക് യു സോ മച്ച്. ഷാനിക്കിന്റെ ഡ്രീം ആയിട്ടുള്ള ബിഗ് ബോസും മൂവിയും എല്ലാം സക്സസ് ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഷാനിക്. താങ്ക് യു മീനാക്ഷി. മീനാക്ഷിയെ കാണാൻ പരിചയപ്പെടാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷം. 2026 നമ്മുടെയൊക്കെ ഒരു നല്ല വർഷമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.